ന്യായമല്ലാത്തതും തിന്മയായതും എന്തെങ്കിലും നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായമാണ്. ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തോടുള്ള തൻ്റെ മനോഭാവത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്താണ് ദൈവത്തിന് ഇസ്രായേൽ ജനത്തോട് പറയാനുള്ളത്? ഇവിടെ പറയുകയാണ് 1-ാം വാക്യത്തിൽ, ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളെക്കുറിച്ച് വിലാപം ചൊല്ലുന്ന ഈ വചനം കേൾപ്പി. അപ്പോൾ സന്തോഷകരമായ ഒരു കാര്യമല്ല ദൈവത്തിന് പറയാനുള്ളത് ഇസ്രായേൽ മക്കളോട്. കാരണം എന്താ? ഇസ്രായേൽ ജനത്തിന്റെ ജീവിത രീതികളും തങ്ങളുടെ മനോഭാവവും ഒക്കെ കർത്താവ് കണ്ടിട്ട് കർത്താവിന് പറയാനുള്ളത്, എനിക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിലാപമാണ്. ദൈവമക്കളെ, 2024 നമ്മളെ വിട്ടു പിരിയാൻ ഇനിയും അധികം ദിവസങ്ങളില്ല. 2025 കടന്നു വരിക. ഈ 2024 നമ്മുടെ ജീവിതത്തെ നോക്കി ദൈവത്തിന് എന്താ പറയാനുള്ളത്? നിങ്ങളെക്കുറിച്ച് കർത്താവിന് വിലാപമായതാണോ പറയാനുള്ളത്, അതോ സന്തോഷകരമായത് ആണോ പറയാനുള്ളത്? ഇവിടെ ഇസ്രായേൽ ജനത്തെ നോക്കി വിലാപമായതാണ് ദൈവം പറയുന്നത്. എന്തൊക്കെയാണ് ഈ 5-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിന്റെ കുറവുകളായി ദൈവം കണ്ടത്? എന്തൊക്കെയാണ് നമ്മൾക്ക് മുന്നറിയിപ്പായിട്ട് ഈ അധ്യായം പറയുന്നത്? നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാതെ മാറിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ 4-ാം വാക്യത്തിലും 6-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും 14-ാം വാക്യത്തിലും ഒക്കെ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, എടുത്തെടുത്ത്. അവിടെ ഇങ്ങനെ പറയും, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പി. അപ്പോൾ എവിടെയാണ് ഇസ്രായേൽ ജനത്തിന് കുറവ് വന്നെന്നറിയാമോ? അവരുടെ തുടർന്നുള്ള യാത്രാ ജീവിതത്തിൽ അവർ ദൈവത്തെ അന്വേഷിക്കാതെ സ്വന്തം രീതികൾക്ക് അവർ മനം തിരിഞ്ഞുപോയി. ദൈവത്തെ അന്വേഷിക്കേണ്ട സമയത്തും ദൈവത്തെ അന്വേഷിക്കേണ്ട രീതിയിലും അവർ അന്വേഷിക്കാതെ തങ്ങളുടേതായ ഇഷ്ടപ്രകാരമുള്ളൊരു ജീവിതം ഇസ്രായേൽ ജനം നയിക്കുകയാണ്. അതിനൊരു വാണിംഗ് ആയിട്ടാണ് ഈ അധ്യായം എഴുതിയിരിക്കുന്നത്. ദൈവം പറയുക, എനിക്ക് നിങ്ങളെക്കുറിച്ച് നോക്കുമ്പോൾ വിലാപമാണ്. നിങ്ങളുടെ ജീവിതം ശരിയല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ യാത്ര അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതം, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും ശരിയല്ല. ആകയാൽ മടങ്ങി വരണമെന്നാണ് ദൈവം അവരോട് പറയുന്നത്. അതിന് ദൈവം ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ചിന്തനീയമാണ്. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് എന്ത് കിട്ടും? മുമ്പോട്ടുള്ള ജീവൻ കിട്ടും, ജീവിതം കിട്ടും. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏതെങ്കിലും അവസ്ഥകളിൽ വഴിമുട്ടി നിൽക്കുക, മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്നും കൂടെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ദൈവമേ, എനിക്ക് എന്തുകൊണ്ട് മുമ്പിൽ വലിയ തടസ്സങ്ങൾ? എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും അങ്ങയുടെ മുഖം അന്വേഷിക്കാതെയാണോ എൻ്റെ പോക്ക് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇനിയൊരു പുതിയ വർഷം വരുമ്പോൾ ആ പുതിയ വർഷത്തെ വരവേൽക്കുന്നത് ഒരിക്കലും ഈ 2024 വന്ന പരാജയങ്ങളെ അതുപോലെ തുടർന്നുകൊണ്ടാവരുത്. 2024 പരാജയങ്ങളും കുറവുകളൊക്കെ ഒന്ന് നികത്തി പുതിയൊരു അനുഭവത്തോടെ നമുക്ക് പുതിയ വർഷത്തെ വരവേൽക്കുവാനിടയാകണം. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം എന്നോട് ഇടപെട്ടത് ഈ വചനത്തിൽ നിന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ്. എന്താണ് ഇസ്രായേൽ ജനത്തിന് വന്ന വീഴ്ചയെന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നറിയിപ്പാണ്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ നോക്കണം. ചിലപ്പോഴൊക്കെയും നമ്മൾ ചിന്തിച്ചേക്കാം, കുറവുകളൊക്കെ ഉണ്ട്, എങ്കിലും ദൈവം എന്നെ നടത്തുന്നുണ്ട് എന്നൊരു ചിന്ത വന്നേക്കാം. പക്ഷേ ദൈവം പലപ്പോഴും നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് ഒരു മടങ്ങി വരവാ, എന്നും ഒരേ രീതി പോകാനല്ല. മാനസാന്തരം ദൈവം ആഗ്രഹിക്കുന്നു. അതിൻ്റെ 14-ും 15-ും വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ തിന്മ ദ്വേഷിച്ച് നന്മ ഇച്ഛിച്ച് ഗോപുരത്തിങ്കൽ ന്യായം നിലനിർത്തും. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്? നിങ്ങൾ തിന്മയെ ദ്വേഷിക്കണം, നന്മയെ ഇച്ഛിക്കണം, അല്ലെങ്കിൽ നന്മയുടെ പുറകെ പോകണം. അതുമാത്രമല്ല, ഗോപുരത്തിങ്കിൽ ന്യായം നിലനിർത്തുകയും. അപ്പോൾ നമുക്കറിയാം ഇവരുടെ ജീവിതത്തിൽ ന്യായം നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ന്യായം ആയതല്ല ചെയ്യുന്നത്, പിന്നെ നന്മയല്ല ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ 2024 നന്മയാണോ ചെയ്തത്? തിന്മയായത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ മുമ്പോട്ടുള്ള ഈ യാത്രയിൽ നമ്മൾ ന്യായമായതാണോ പ്രവർത്തിക്കുന്നത്, ഇതുവരെ പ്രവർത്തിച്ചത് എന്നൊന്ന് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഇവിടെ ഇസ്രായേൽ മക്കൾ എന്താണ് ന്യായമല്ലാത്ത ചെയ്തെന്ന് അതിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഗോപുരത്തിങ്കിൽ ന്യായം വിധിക്കുന്നവനെ അവർ ദ്വേഷിക്കുകയും പരമാർത്ഥം സംസാരിക്കുന്നവനെ വെറുക്കുകയും ചെയ്യുന്നു.
അങ്ങനെ നിങ്ങൾ എളിയവനെ ചവിട്ടിക്കളയും, അവനോട് കോഴയായി ധാന്യം വാങ്ങുകയും ചെയ്യുന്നതിനാൽ നിങ്ങൾ വെട്ടുകല്ലുകൊണ്ട് വീട് പണിയും, അതിൽ പാർക്കിയില്ല താനും. നിങ്ങൾ മനോഹരമായി മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കും, അവയിൽ വീഞ്ഞു കുടിക്കുകയില്ല താനും. അപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ഭാഗത്ത് വന്ന തെറ്റെന്താണ്? അവർ ന്യായമായതല്ല ചെയ്യുന്നത്, അവർ അന്യായമാണ് ചെയ്യുന്നത്. എവിടെയാ? ആരോടാ? ഗോപുരവാതിക്കൽ അവർ ന്യായം വിധിക്കുന്നവനെ അവർ ദ്വേഷിക്കുക. അത് നല്ല രീതിയിൽ സത്യം ചെയ്യുന്നവരോട് അവർക്ക് ദേഷ്യമാണ്. നമ്മുടെ ഈ ജീവിതത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിൽ സത്യമായത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ നമ്മുടെ മുഖത്ത് നോക്കി പറയുന്നവരെ നമുക്ക് ഇഷ്ടമല്ല, ഇല്ലേ? നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ നമ്മൾക്ക് പലപ്പോഴും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്താ? ന്യായമല്ല, അന്യായമാണ്. രണ്ടാമത് ഇസ്രായേൽ ജനത്തിന് വന്നു പോയത് ഇവിടെ പറയുന്നു, അവർ എളിയവനെ ചവിട്ടിക്കളയും. പിന്നെ എന്ത് ചെയ്യുന്നത്? അവരോട് കോഴയായി ധാന്യം വാങ്ങുന്നു. അതായത് എളിയവരോട് ഒരു സഹതാപം കാണിക്കുവാൻ കഴിയാത്ത അവസ്ഥ, അവരെ വളരെ വേദനിപ്പിക്കുക, അവർക്ക് കിട്ടേണ്ട ന്യായം അവർക്ക് കൊടുക്കാതിരിക്കുക. ഇതൊക്കെയാണ് ഇസ്രായേൽ ജനം ചെയ്തത്. ഇത് ദൈവത്തിന് വളരെ വിഷമം ഉണ്ടാക്കിയ കാര്യം. വചനത്തിൽ പലയിടത്തും നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ, കർത്താവിന് ഇഷ്ടമുള്ള കാര്യം എന്താ? എളിയവനെ, വിധവയും ഒക്കെ അവരുടെ സങ്കടത്തിൽ പോയി കാണുകയും അവരെ ഹെൽപ്പ് ചെയ്യുന്നത് ദൈവത്തിന് ഇഷ്ടം. എന്നാൽ ഇസ്രായേൽ ജനം അതൊക്കെ മറന്നു. അവർ ഇപ്പോൾ ചെയ്യുന്ന എന്താ? അവർ എളിയവനെ ദ്വേഷിക്കുക, എളിയവന് കൊടുക്കേണ്ട ന്യായം അവർ കൊടുക്കുന്നില്ല. ദൈവം ഇതിനെ കർശനമായിട്ട് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് പറയുകയാ, ഇല്ല, ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും. നിങ്ങൾ മടങ്ങി വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ന്യായവിധി വരുമെന്ന് ദൈവം പറയുക. അതുകൊണ്ടാണ് ദൈവം വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞത്, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിക്കുക. ദൈവത്തെ അന്വേഷിച്ചാൽ എന്താ? നമ്മൾ ന്യായമായത് ചെയ്യും. അതുകൊണ്ട് കർത്താവ് പറയുക, നിങ്ങൾ തിന്മയെ ദ്വേഷിച്ച് നന്മയുടെ പുറകെ പോണം. അതുമാത്രമല്ല, ദൈവം പറയുന്ന മൂന്നാമതൊരു കാര്യം കൊണ്ട് എന്നെ ചിന്തിപ്പിച്ചു. അതിന് 21-22 വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്: നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ ദ്വേഷിച്ച് നിരസിക്കുന്നു, നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല, നിങ്ങളുടെ ഹോമയാങ്ങളും ഭോജനയാങ്ങളും ഒന്നിലും ഞാൻ പ്രസാദിക്കുന്നില്ല. ദൈവമക്കളെ, അത് എത്രമാത്രം ഭയാനകമാണെന്ന് ഓർത്തു നോക്കി. നമ്മൾ പലതും ചെയ്യുന്നുണ്ട്, അന്യായമായതും തിന്മയായതും ഒക്കെ. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, വചനം വായിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന എന്താ? എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രയൊക്കെ പാപം ചെയ്തിട്ടും ദൈവം എന്നോട് കരുണ കാണിക്കുന്നുണ്ട്, എനിക്ക് നന്മ തരുന്നുണ്ട്. ദൈവകുഞ്ഞെ, ഒരിക്കലെങ്കിലും നിങ്ങൾ ഓർക്കണം കേട്ടോ, ദൈവം നന്മ തരുന്നത് കൊണ്ട് ദൈവം നമ്മൾ ചെയ്യുന്ന അന്യായം കാണുന്നില്ലെന്ന് വിചാരിക്കരുത്. നമ്മൾ ചെയ്യുന്ന നീതിയല്ലാത്ത കാര്യങ്ങൾ കർത്താവ് ശ്രദ്ധിക്കുന്നില്ലെന്ന് വിചാരിക്കരുത്. കർത്താവ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ്, അവൻ്റെ മുമ്പിൽ ഒന്നും മറവായതില്ല. നമ്മുടെ ദൈവം നമ്മൾക്ക് മുന്നറിയിപ്പ് ഈ 2024 തീരുന്നതിനിപ്പുറം ഈ വചനത്തിൽ കൂടെ തരികയാണ്. നീ തിന്മയെ ദ്വേഷിക്കണം, നന്മയെ അന്വേഷിക്കണം, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കണം. നിനക്ക് ജീവൻ വേണോ, ജീവിതം മുന്നോട്ട് വേണമോ, നന്മ വേണമോ? തിന്മയായതിനെ വെറുത്തേ പറ്റൂ, ന്യായമായത് അന്വേഷിച്ചേ പറ്റൂ, ന്യായം പ്രവർത്തിച്ചേ പറ്റൂ. ഈ വചനം ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുമ്പോൾ 2024 തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് ന്യായമല്ലാത്തതും തിന്മയായതും എന്തെങ്കിലും നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റു പറയാം: അപ്പാ, എളിയവരോട് എനിക്ക് ദയ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ അന്യായമായത് എളിയവരോട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാതെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആയതിനാൽ ഇന്ന് ഞാൻ മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നപ്പാ. നമ്മുടെ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്, അവൻ കരുണ കാണിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്തിനാണ് തുടർമാനം കർത്താവ് പറയുന്നത്? നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടത് എൻ്റെ മുഖം അന്വേഷിപ്പീൻ. അതായത് കർത്താവ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ നിന്നൊരു മാനസാന്തരം. വീണ്ടും വീണ്ടും എടുത്തു പറയുക, നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വാ, എൻ്റെ അടുക്കിലേക്ക് വാ, ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. അത് ആ വാക്യത്തിൽ പറയുന്നുണ്ട്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കും, നിങ്ങൾ പറയുന്നത് പോലെ ഇരിക്കുമെന്ന്. അപ്പോൾ ദൈവം പറയുന്നത് നമ്മൾ ചെയ്താൽ നമ്മൾ പറയുന്നത് പോലെ ദൈവം ചിലത് നമുക്ക് വേണ്ടി ചെയ്യും. എന്നാൽ പലപ്പോഴും നമ്മൾ പറയുന്ന പോലെ ദൈവം ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നറിയോ? ദൈവം പറയുന്ന പോലെ പലതും നമ്മൾ ചെയ്യുന്നില്ല. ആകയാൽ 2025 നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ പുതിയ വർഷത്തിൽ പുതിയ തീരുമാനത്തോടുകൂടെ നമുക്കൊന്ന് തയ്യാറെടുക്കാം. കർത്താവെ, പുതിയ വർഷം അങ്ങ് തരുന്നെങ്കിൽ ഈ 2024 വന്ന പരാജയങ്ങളല്ല, പുതിയ വർഷത്തിൽ പുതിയ തീരുമാനത്തോടെ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുന്നവളായി എന്നെ തീർക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇതിൻ്റെ അവസാനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ മനം തിരിഞ്ഞു വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ദമ്മേശയ്ക്കിനപ്പുറം പ്രവാസത്തിലേക്ക് പോകുമാറാക്കും. അതൊരു വലിയ ശിക്ഷയാണ്, പ്രവാസത്തിലേക്ക് പോവുക എന്ന് പറയുന്നത്. നമുക്ക് ആർക്കും പ്രവാസത്തിലേക്ക് പോകണ്ടല്ലേ? എന്താണ് പ്രവാസം? അടിമത്വമാണ്.
നമ്മൾ മറ്റൊരടിമത്തത്തിലേക്ക് പോകാതെ, പിശാചിന് അടിമത്തത്തിന് ഇരയാകാതെ, ദൈവം തന്ന സ്വാതന്ത്ര്യത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ യാഗങ്ങളും നമ്മുടെ സ്തോത്രവും നമ്മുടെ ആരാധനയും ദൈവത്തിന് പ്രസാദകരമായി തീരുവാൻ ഈ പുതിയ വർഷം നിങ്ങളിടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു.